ഈ ബഹുമുഖ സാമർഥ്യത്തിന്റെ ചില്ലകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ ഏറ്റവും പരിലസിക്കുന്ന കവലകലയുടെ ആ സിദ്ധി വൈഭവമാണ് ഏറ്റവും അധികം ഉജ്ജ്വലമായി നിൽക്കുന്നത് എന്ന് തോന്നിപ്പിച്ച നിമിഷമായി. തിക്കുറിശി തുറന്ന കവിയായിരുന്നു. തുറന്ന കവി എന്ന് നമ്മൾ മലയാളത്തിൽ അധികവും പറയുന്നത് ചങ്ങമ്പുഴയാണ്. പിന്നെ പലരെക്കുറിച്ചും തുറന്ന കവി എന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ തുറന്ന കവിയായിരുന്നു തിക്കുറിശി. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ കവിത എഴുതുന്നത്. അതെങ്ങനത്തെ കവിതയായിരുന്നു എന്നുള്ളത് വളരെ കാര്യം. ലക്ഷണമത്തെ കവിതയല്ലേ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രസംഗം ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ശ്രീകുമാറാണ് എന്നെ ഇങ്ങോട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ച് തന്നെ പറഞ്ഞതാണോ അതെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എഴുതിയതാണോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര സമാനമായ ഒരു പങ്ക്തി ഉണ്ടായി. അതിലെ ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർത്തുപോയി. ആ സന്ദർഭം അധികം പേരും വായിച്ചിരിക്കാൻ ഇടയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് അതിന്റെ കൃത്യത എത്രത്തോളമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യത എന്ന് പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ പേരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഈ 8 വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു സ്ത്രീ വർണ്ണന നടത്തുന്നത്. സ്ത്രീ വർണ്ണനയിലാണ് തുടക്കം. സ്ത്രീകളെ വർണ്ണിക്കാത്ത കവികളൊന്നും മഹാകവികൾ അല്ല. എലിയും അഗ്നിയും പൂനിലാവാക്കിയാൽ അതിന് തുല്യമാം മെയ്യിന്റെ കാന്തിയും എന്ന് തുടങ്ങുന്ന തിരുനെല്ലൂരിന്റെ വർണ്ണന മുതൽ വീണതൻ കുടം പോലാ നിതമ്പം വീണുരുമ്പുന്ന വേണീകതമ്പം വാരി ഞാൻ എന്റെ മാറിൽ ആ ലജ്ജാമൂലികങ്ങളെ സ്പന്ദിതമാക്കി എന്നെഴുതിയത് വൈലോപ്പള്ളിയാണെന്ന് പലരും ഒന്നുകൂടി ആലോചിച്ചു. ഇവരൊക്കെ പ്രായം കഴിഞ്ഞതിന് ശേഷം, ഒരു പ്രായമൊക്കെ എത്തിയതിനു ശേഷമാണ് ഇതൊക്കെ എഴുതിയത്. 8ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ വർണ്ണന എഴുതി ആ നാട്ടിലുള്ള ശശിധരന്റെ കൈ കൊടുത്തു. ശശിധരന് ഈ കവിതയെ പറ്റിയോ സ്ത്രീകളുടെ വർണ്ണനയെ പറ്റിയോ വലിയ നിശ്ചയമില്ലെങ്കിലും ഇതാരെ കുറിച്ചാണെന്ന് ചോദിച്ചു. ശാന്തയെ കുറിച്ചാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശശിധരൻ ശാന്തയുടെ കയ്യിൽ കവിത കൊടുത്തു. പക്ഷെ കവിത അപകടകാരിയായിരുന്നു. 8 വയസ്സിലാണ് എഴുതിയതുപോലെ അല്ലായിരുന്നു. ചന്തയിൽ കാണുന്ന പങ്കൊക്കുന്ന വിധത്തിൽ എന്നൊക്കെയുള്ള പ്രയോഗം അതിനകത്ത് ഉണ്ടായിരുന്നു. ശാന്ത ശശിധരനെ അടുത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ശശിധരൻ പറഞ്ഞു, ചെറുക്കൻ എഴുത്തൊന്നാണ്, സുഖം എഴുത്തൊന്നാണ്. വേറൊരു കൊടുങ്കാറ്റായി, കൊടുങ്കാറ്റുകളുടെ പേര് തെരീസ എന്നൊക്കെയാണ്, പെണ്ണുങ്ങളുടെ പേരാണ്. വേറൊരു കൊടുങ്കാറ്റായി ശാന്ത ഒരു ഉച്ച നേരത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അപ്പൊ അവിടെ നെല്ല് കുത്തുകയും ഒക്കെ ആയിട്ട് കളത്തിലൊക്കെ പെണ്ണുങ്ങൾ ധാരാളമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ചാരുമസേനയിൽ തന്നെ മുൻവശത്ത് ഉഗ്രപ്രതാപിയായിട്ടുണ്ട്. ശാന്ത ഒരു കൊടുങ്കാറ്റ് പോലെ പറഞ്ഞു, ഈ പയ്യൻ ഈ പ്രായത്തിൽ ഇത് കൊള്ളാമോ എന്നെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ഇദ്ദേഹം വായിച്ചു നോക്കണമെന്ന്. വായിച്ചു നോക്കിയപ്പോ മൺമണി കവികളുടെയൊക്കെ വോൾട്ടേജ് പോകുന്ന തരത്തിലുള്ള ഒരു കവിത. അദ്ദേഹം വേറെ ഒന്നും ആലോചിച്ചില്ല. ചൂരൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പയ്യനും അവിടെ ഉണ്ടായിരുന്നു. ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചു എന്നാണ്. അടികൊണ്ട് നിലവിളിക്കുമ്പോ അമ്മ വന്ന് പിടിച്ചു മാറ്റിയിട്ട് അല്പ ഒരു മനുഷ്യത്തിന് വേണ്ടി കൊച്ചുകുട്ടി അല്ലെങ്കിൽ അടിക്കുന്നു. പെണ്ണുങ്ങളുമല്ല ഇദ്ദേഹത്തിന്റെ സൈഡായി അപ്പോഴേ. എന്നിട്ട് അമ്മ വളരെ അരുനയത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു, മോനാണോ ഇത് എഴുതിയത്? ഇങ്ങനെ എഴുതിയോ? പയ്യൻ പറഞ്ഞു, ഇങ്ങനെ അല്ല ഞാൻ എഴുതിയത്. ശശിയാണെന്ന് ഞാൻ എഴുതി കൊടുത്തത് ഇങ്ങനെയല്ല. പിന്നെ ഞാൻ മോൻ എങ്ങനെ എഴുതിയെന്ന് എഴുത്തമേ. ഇതിന്റെ നേരെ മറുവശം അതീവ സുന്ദരമായി കാളിദാസന് പോലും കഴിയുമെന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വർണ്ണന നിമിഷങ്ങൾക്കുള്ളിൽ എഴുതി അമ്മയുടെ കൊടുത്തു. അമ്മ വായിച്ചപ്പോ ദന്തകരകളെ കുറിച്ചും അവരുടെ കരിനീല വിഴികളെ കുറിച്ചും എള്ളുമ്പ് പോലുള്ള മൂക്കിനെ കുറിച്ചും പവിഴാഭരണങ്ങളെ കുറിച്ചും പിന്നെ അവളുടെ രൂപഭംഗിയെ കുറിച്ചും വശ്യചാരിതയെ കുറിച്ചും വളരെ മനോഹരമായി ഈ പയ്യൻ എഴുതിയിരിക്കുന്നു. കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സ്കൂളിൽ പോണോടി, സ്കൂളിൽ പോണം, ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എന്നെ മോൻ എഴുതിയത് ഇതാണ്, വായിച്ചു നോക്ക്. സംശയദൃഷ്ടിയോടെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ നോക്കോട്ടും എറിഞ്ഞു കൊടുത്തു. അമ്മ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയപ്പോ മനോഹരമായ കവിത. പിന്നെ കൃതികളെല്ലാം കൂടെ
അദ്ദേഹത്തെ പരിലസിക്കുകയാണ്. പാവം കുഞ്ഞ് വെറുതെ എടുത്തിട്ട് അടിച്ച് ഈ മനുഷ്യന് ഭ്രാന്താണോ? വലിയ പരിചരണമായി അതിനുവേണ്ടി കിട്ടുകയും ചെയ്തു. രാത്രി കുറച്ച് വൈകിയതിനു ശേഷം നല്ല വേദനയിൽ അദ്ദേഹം ഇങ്ങനെ അവരിട്ട് കൊടുത്ത അന്നത്തെ ലേഖനങ്ങളുടെ സുഖത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ വന്ന് തൊട്ടിട്ട് പറഞ്ഞു, സുകുമാര, ഇത് രണ്ടും നീയാണ് എഴുതിയതെന്ന് എനിക്കറിയാം. അങ്ങനെ നിനക്ക് കഥനകലയുടെ അസാധാരണമായ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. മോൻ ഒരിക്കലും ആദ്യത്തെ ടൈപ്പ് എഴുതരുത്, രണ്ടാമത് എഴുതിയത് ഗംഭീരമാണ്, മറ്റേ ടൈപ്പ് എഴുതരുത്. അച്ഛൻ്റെ ഒരു ഉപദേശമല്ല, ഒരു അർത്ഥനയാണ്. ഇത്ര എഴുതിയിട്ട് തിക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവം സഹായിച്ചു എനിക്ക് ആദ്യത്തെ വഴി കൂടെ തന്നെ പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചർച്ചാവേദിയിൽ എൻ കൃഷ്ണപിള്ള സാർ സ്ഥിരം അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് കവിയരങ്ങിൽ ഇദ്ദേഹം ബാബുവിനോട് പറഞ്ഞു, എനിക്ക് ഒരു കവിത ചൊല്ലാൻ അവസരത്താണ്, ഞാൻ നന്നായിട്ട് എഴുതുന്ന ആളാണ്. അപ്പൊ പറഞ്ഞു, അതെന്താ കൃഷ്ണനാഥ് സാറിനോട് പറയാം, സാറിന്റെ അനുഭവത്തോടെ അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കൃഷ്ണപിള്ള സാറിനോട് പറഞ്ഞാൽ തിക്കുറിശിയോ കവിതയോ ഇവിടെയോ ഈ പൊതുവേദിയിലോ കുട്ടികളൊക്കെ എം എ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ വന്നിരിക്കുന്ന ഈ വേദിയിലോ? അങ്ങനെയാണെങ്കിൽ വലിയ നിർബന്ധം, ഒരു ചിരകാല മോഹമാണ്. അങ്ങനെയാണെങ്കിൽ ആ കവിത നേരത്തെ എനിക്ക് വായിക്കണം. പറഞ്ഞു, സാർ ആ കവിത നേരത്തെ തന്നപ്പോൾ കൃഷ്ണപിള്ള സാർ വളരെ നിർബന്ധമായിട്ട് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് സംശയമുണ്ട്. അതിനെന്താ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ കവിത കൊടുത്തു. കൃഷ്ണപിള്ള സാറ് തന്റെ മുഴുവൻ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് അത് വായിച്ചു നോക്കി. വെള്ളത്തോടെ എഴുതിയാണെന്ന് ഒരു സംശയം തോന്നി. വായിച്ചോളാൻ പറഞ്ഞു. സമയമായപ്പോ അദ്ദേഹം വേദി വന്നപ്പോ കൃഷ്ണപിള്ള സാറിനോട് ഇരിപ്പുണ്ട്. അദ്ദേഹം ആ സമയത്ത് വേറൊരു പോക്കറ്റിൽ നിന്ന് വേറൊരു കവിത എടുത്ത് ആദ്യത്തെ വരി വായിച്ചതുള്ളൂ. ഇത്രയും ശക്തമായിട്ട് മേശപ്പുറത്തടിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. കൃഷ്ണപിള്ള സാർ ഒറ്റയാഴ്ച നിർത്തും, ഒരു വലിയ വായിക്കേണ്ടി വന്നു. പക്ഷെ ഒരു കരി തന്നെ ധാരാളമായിരുന്നു എന്നാണ് അവിടെ കേട്ടിരുന്നവർ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വഴിയിൽ സഞ്ചരിക്കാനുള്ള അത് വലിയൊരു അനുഗ്രഹമാണ്, എല്ലാവർക്കും കഴിയുന്നതായിരിക്കും. ഏറ്റവും അവസാനം തിക്കുറിശിയുമായി അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള അനവധ്യ സുന്ദരമായ അസാധാരണമായ അവസരം കിട്ടിയത് എനിക്കാണ്. കേരളോദിക്ക് വേണ്ടിയാണ്. അത് അടിച്ചു വരുമ്പോൾ അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞിരുന്നു. അന്നും കാളിദാസന്റെ ഒക്കെ കവിത പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സുദർശൻ, ഇതൊന്നും ഞാൻ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഞാനൊരു നടനാണ്. ഇതൊക്കെ നിങ്ങളുടെ ONV-യും നിങ്ങളുടെ പുതുശ്ശേരി രാമചന്ദ്രനും നിങ്ങളുടെ വെള്ളായണി അർജുനനും ഒക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർക്ക് കാണാതെ അറിഞ്ഞുകൂടാ. അപ്പോൾ ആ വിധത്തിൽ വലിയ സരസ്വതി സമ്പന്നനായ അനുഗ്രഹീതനായ ബഹുമുഖ പ്രതിഭയായിരുന്നു തിക്കുറിശി സുകുമാരൻ നായർ. അദ്ദേഹത്തോടെ മലയാളത്തിൽ അന്യം നിന്ന് പോയ ഒരു പ്രയോഗമുണ്ട്. ഇപ്പൊ ആ പ്രയോഗം ആരും ഉപയോഗിക്കാൻ ധൈര്യപ്പെടാറില്ല. അങ്ങനെ ഒരു പ്രയോഗവുമില്ല. പ്രയോഗം ഇതാണ്: സകല കലാവല്ലഭൻ. ഇപ്പൊ സകല കലാവല്ലഭന്മാരുടെ കാലമല്ല, ഇപ്പൊ സ്പെഷ്യലിസ്റ്റുകളുടെ കാലമാണ്. ENT സ്പെഷ്യലിസ്റ്റ് ഇയറൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ലെഫ്റ്റ്, ഇടത് ചെവിയിട്ടാണ് നോക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വലത് ചെവി നോക്കൂല? അതുകൊണ്ടല്ല, എല്ലാവരും ഇടത് വശത്ത് വെച്ചല്ലേ ഫോൺ ചെയ്യുന്നത്, അങ്ങനെ ഇടത് ചെവിക്കല്ലേ പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഇരിക്കട്ടെ. ആ കാലത്ത് കവിത എഴുതുകയും നന്നായി പ്രഭാഷണം നടത്തുകയും നാടകം രചിക്കുകയും നാടകത്തിന് പുതിയ മുഖമാണ് അദ്ദേഹം കൊടുത്തത്. നാടകത്തെ ജനകീയമാക്കി, നാടകത്തെ റിയലിസ്റ്റിക് ആക്കി. പണ്ട് ഈ നാടകവേദിയിൽ ഇവരെല്ലാം കൂടെ കയറിയിരിക്കും. അത് ഊതുന്ന ആളും നാദസ്വരം വെച്ചിരുന്ന അവരാണ് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ. അവരെല്ലാം അതൊന്ന് മാറ്റിയിട്ട് റിയലിസ്റ്റിക് ആക്കിയ നാടകരംഗത്തിന് ജനകീയമായ മുഖം നൽകിയ 1950-ൽ തന്റെ തന്നെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായ സ്ത്രീയുമായി രംഗത്ത് വന്ന, അത് വിവിധ ഭാഷകളിലേക്ക് വെളിമാറ്റം ചെയ്ത, അവതരിപ്പിച്ച, അതിനുശേഷം നമ്മുടെ മലയാള സാഹിത്യത്തിലെ നിത്യവിസ്മയമായ ക്ലാസിക് രചനയായ ചലച്ചിത്ര കൃതി എന്ന് പറയാവുന്ന ജീവിത നൗക, അതിൽ അഭിനയിച്ച, മുഖ്യവേഷത്തിൽ അഭിനയിച്ച നായകനും പ്രതിനായകനും ഉപനായകനും അച്ഛനും മുത്തശ്ശനും ഒക്കെയായി മാറിയ, ഏറ്റവും മികച്ച നായകന് കൊടുക്കുന്ന അതേ പ്രതിഫലം വാങ്ങിച്ച ഏക അനുഗ്രഹീത പ്രതിഭയാണ് തിക്കുറിശി.
അദ്ദേഹം നസീറിനോടും, നസീർ എന്ന പേര് കൊടുത്ത അദ്ദേഹമാണ്, പ്രേം നസീർ എന്ന പേര്, അബ്ദുൽ ഖാദർ എന്ന പേരുമായി അദ്ദേഹം മലയാള സിനിമയിൽ അധികം ഓടുമായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതാണ്. മാധവൻ നായർ എന്ന വലിയ പേരിനെ ചുരുക്കി നമ്മളെല്ലാം എപ്പോഴും പറയുന്ന മധുവാക്കിയത് അദ്ദേഹമാണ്, കുഞ്ഞാലിയെ മധുവാക്കിയതും അദ്ദേഹമാണ്. ഇങ്ങനെ ഒരുപാട് പേർക്ക് പേരുകൾ, നല്ല നല്ല പേരുകൾ, ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രാങ്കിത ശക്തിയുള്ള പേരുകൾ നൽകിയ തിക്കുറിശി. അദ്ദേഹം എല്ലാ രംഗത്തും പ്രശോഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള അടങ്ങിയാൽ ഒതുങ്ങാത്ത ആദരവും സ്നേഹവും കൊണ്ടാണ് ഇന്ന് 8:30 മണി മുതൽ നമ്മൾ തമ്പാനൂർ സമ്മേളിക്കുകയും മഴയിലൂടെയും വേനലിലൂടെയും ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിന്റെ വീട് പരിസരത്തിൽ വളരെ എന്തോ കിട്ടിയതുപോലെ, അലംഘമായതെന്തോ കിട്ടിയതുപോലെ നമ്മൾ അവിടെ കൂട്ടം കൂടി നിൽക്കുകയും അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും ആ പുല്ലുകളോടും പച്ച പുൽക്കൊടി തുഞ്ചി തഞ്ചുന്ന കൊച്ചു മാണിക്യക്കല്ലുകൾ എന്ന് ചെങ്ങമ്പുഴ പറഞ്ഞതുപോലെ അവിടെ കണ്ട പുല്ലുകളെയും ചെടികളെയും വീടിനെയും വീടിന്റെ ഗ്രഹാന്തർ ഭാഗങ്ങളെയും എല്ലാം ആവേശത്തോടെ ഹൃദയത്തിലേറ്റിയിട്ട് അത്യധികമായ ഒരു ആനന്ദത്തോടെയും നിർവൃതിയോടെയും നമ്മൾ മടങ്ങുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യപൂർവമായ ഒരു സന്ദർഭമാണ്. ഇത് വരുന്ന ലഹരി വളരെ കാലം നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ എന്റെ ആദര പുഷ്പങ്ങൾ, നമ്മുടെ എല്ലാ ആദര പുഷ്പങ്ങൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക്